അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താല ഈ നൗഷാദിൻ്റെ ബുദ്ധി ഇക്കോലത്തിൽ മരവിച്ചു പോയല്ലോ എന്നുള്ളതിൽ ഭയങ്കര സങ്കടമുണ്ട്. സത്യം പറയുകയാണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിയിൽ നല്ല തൻ്റെ ഇടത്തിൽ കൈകാര്യം ചെയ്തിരുന്ന ഈ ചെക്കനെ ഇവൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തരെ തോൽപ്പിക്കുക. എന്ത് പറഞ്ഞാലും പാടില്ല, എന്തു പറഞ്ഞാലും പാടില്ല. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിനെ ഗണ്ണിക്കുക. അതുമാത്രം ഹൈറോ ഷെറോ ഒന്നും അല്ല എൻ്റെ ലക്ഷ്യം. എന്തൊക്കെ ചങ്ങായിക്ക് പറ്റിയത് റബ്ബല്ലാലും എന്ത് ചെയ്താൽ റബ്ബൻ്റെ മേത്ത് കയറിക്കണെന്നാവും ഓൻ പറയണോ കേട്ടോ കാണികൾ. പടച്ചവനാക്കി മടവൂരിനെ പടച്ചവനാക്കി, അതാണ് കേസ്. മടവൂരിനെ പടച്ചവനാക്കി എന്നുള്ളതാണ് കേസ്. ഇനി ഓ അന്ന് ചോദിച്ചിരുന്നു, എന്താ ചോദിച്ചിരുന്നത് അന്ന് കേട്ടോളി. ഞാൻ അന്ന് ചോദിച്ചിരുന്നു, മൗലാനാന്ന് താങ്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താ അതിന്റെ വജഹ്? മൗലാനാന്ന് താങ്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിന്റെ വജഹ് എന്താണ്? ഈ മൗലാന എന്നുള്ളതിനേക്കുള്ള അർത്ഥവും വെക്കണ കേട്ടോളിട്ടോ. മൗലാന പറഞ്ഞാൽ നമ്മളെ രക്ഷിതാവുന്ന പടച്ചോനെ നെല്ലിന്റെ വേറൊരു മുത്രാദിഫായ പദം. അപ്പോ മൗലാന എന്നുള്ളത് നമ്മുടെ രക്ഷിതാവ് എന്നാണ്. ആ അർത്ഥത്തിലാണോ ഇവിടെ ഉപയോഗിക്കുന്നത്? എന്താണ് ഉഷാദേജി കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? എനിക്ക് വിഷയം അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇതെന്തിനാ എൻ്റെ പിന്നെ ഈ കുട്ടികളെ വെറുതെ വൈപഴപ്പിക്കണേ നൗഷാദെ? എന്തിനാണ് അതുകൊണ്ട് എനിക്ക് കാര്യം? ദുനിയാവിലും ആഖിറവും നഷ്ടപ്പെട്ടു പോകല്ലേ നൗഷാദെ ചെയ്യാം അല്ലേ? പടച്ചോൻ അതാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ അന്ത മൗലാന, ഞങ്ങളെ രക്ഷിതാവാണ്. അത് പടച്ചോനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അന്ത മൗലാന, നീ ഞങ്ങളെ രക്ഷിതാവാണ് എന്നുള്ള തന്നെ പറയാ. യാതൊരു സംശയമില്ലല്ലോ. അത് സംശയമില്ലല്ലോ. ആമന റസൂലുൽ വന്നാലേ ഈ ഞങ്ങളെ യജമാനാണ്, ഈ ഞങ്ങളെ പടച്ചോനാണ്. ഹുവ മൗലാന, അള്ളാഹ് ഞങ്ങളെ മൗലാനയാണ്. അങ്ങനെ ഇയായത് ഓ മൗലാന, നീ ഞങ്ങളെ പിന്നെ പടച്ചവനാണ്. അന്ത മൗലാന, നീ ഞങ്ങളെ രക്ഷിതാവാണ്. അതെങ്ങനെ നീ ആയത്? ആരായത് എന്നാ പറയണത് അറിയോ? പേരോടുസ്ഥാനെ പറ്റിയിട്ടാണ് പറയണത്. നീ ആയതെന്ന് ചോദിക്കണത് പേരോടുസ്ഥാനെ സംബന്ധിച്ചാണ് ചോദിക്കണത്. ഈ ചെങ്ങായിക്ക് ശരിക്ക് ഫുൾ പിരാന്ത, അല്ലെങ്കിൽ തീരെ തലച്ചോറ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ നായി നക്കി. അത് നായി എന്ന് പറഞ്ഞാൽ പിന്നെ വേപ്പ് നായി നക്കി എന്നാണ് തോന്നുന്നത്. അക്കോലത്തിലാണ് ഇവൻ്റെ തലച്ചോറ് പോയിക്കുന്നത്. കാരണം എന്താണ് ഇവൻ ഈ പറയുന്നത്? ഈ മൗലാന എന്നുള്ളത് അന്ത മൗലാന, അതേമാതിരി ഹുവ മൗലാന എന്നുള്ള ആ അർത്ഥത്തിലാണോ ഇവിടെ മൗലാന പേരോട് ഉസ്താദിനെ പറയണത്, മൗലാന എ പി ഉസ്താദിനെ പറയണത്, മൗലാന ഖലീൽ തങ്ങളെ പറ്റി പറയണത്, മൗലാന പരമ ഉസ്താദിനെ പറ്റി പറയണത്? എന്താണ് ഉസ്താദെ, തൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ. കനകനിലാവന്നെ ഇബിലീസിന്റെ ലോകത്ത് നിന്ന് മാത്രം ആയിക്കോട്ടെ. കനകനിലാവ് എന്ന് പറഞ്ഞാലുള്ള എനിക്ക് വിഷമം. അതെവിടെ ആയിരിക്കണം? ഇബിലീസിന്റെ ലോകത്തായിരിക്കണം. ആയിക്കോട്ടെ, എൻ്റെ ലോകത്ത് ഇബിലീസിന്റെ കാലമാണല്ലോ പൻ്റെ കാലം. കോമാട്ടുചാലിൽ അബ്ദുള്ളാൻ്റെയും മീനങ്ങാടി സുലൈമാൻ്റെയും അൻ്റെയും അതുപോലെ പമ്പൈസിൻ്റെയും കുഞ്ഞാമീൻ്റെയൊക്കെ കാലം. ആ കാലഘട്ടത്തിൽ കനകനിലാവായിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ അങ്ങനെ വെക്കുക നമുക്ക്. അവിടെ മൗലാന എന്നാ പറഞ്ഞു. മൗലാന, ഞാൻ നല്ലൊരു വാക്കുകളോട് പറഞ്ഞോട്ടെ. മൗലാന എന്ന് പേരോടിനെ കുറിച്ച് പറയാൻ അതിന് വിശദീകരണം കേട്ട് പലരും ഇറങ്ങി. ഞങ്ങൾ മൗലാന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ മൗലാനയല്ല, അന്ത മൗലാന എന്നുള്ള ഓർത്ത മൗലാനയല്ല, ഹുവ മൗലാന എന്നുള്ള. ഞങ്ങളെ മശായിഖന്മാരെ കുറിച്ച് പാടും, എഴുതും, ഇഷ്ടമുള്ളതൊക്കെ പറയും. നിങ്ങൾക്ക് എന്താ ചെയ്തം? നിങ്ങളോട് ആരും പാടാൻ പറഞ്ഞില്ലല്ലോ. പേരോടിനെ നിങ്ങൾക്ക് മൗലാനയാക്കാമെങ്കിൽ ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലല്ലോ. ഇജങ്ങ എന്തോ പാടിക്കോ, ഇജാരെ പറ്റിയോ പാടിക്കോ, മടവൂരിനെ പറ്റി പാടിക്കോ, അതുപോലെ ഇജി ഏത് വല്യാപ്പാനെ പറ്റിയാണ്ട് എന്താ പാടിക്കോ, പാടിപ്പിച്ചോ. എനക്ക് പാടാനൊന്നും വെച്ചാൽ എൻ്റെ പാട്ട് നമ്മൾ കേട്ടിരിക്കണം. ഇജ് പാടരുത്, പാടിക്കഴിഞ്ഞാൽ ആ ബോറാവും. വേറെ ആരും കൊണ്ടെങ്കിലും പാടിപ്പിച്ചു, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മൗലാന എന്നുള്ളത് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് പിന്നെ മൗലാന എന്ന് പറയൽ കൊണ്ട് ഞങ്ങൾ മടവൂരിനെ പടച്ചോനാക്കിടുന്നു. എടാ പച്ച കാഫിറായില്ലേ? പച്ച കാഫിറായിൻ്റെ വർത്താനം കൊണ്ട് തന്നെ ഷഹാദത്ത് കരിമ ചൊല്ലിക്കാണ്ട് ഇസ്ലാമിലേക്ക് കയറി വാ. ഇജിപ്പോൾ എനിക്ക് ഗണേശെന്നോ വേലായുധെന്നോ വാസുവേട്ടെന്നോ പേരുണ്ടോടത്തേക്ക് എത്തിയില്ലേ? ചിന്തിച്ചോക്ക്. കാരണം മടവൂരിനെ പടച്ചോനാക്കാം. എന്താ പ്രശ്നം എന്നറിയോ? പേരോടിനെ മൗലാന എന്ന് പറഞ്ഞാൽ മടവൂരിനെ ഞങ്ങൾ പടച്ചോനാക്കിടുന്നു. ഇജ് വല്ലാത്തൊരു കുരിപ്പന്നെയാണ് കേട്ടോ നൗഷാദേ.
വല്ലാത്ത കുരുത്തം കെട്ട ജാതി തന്നെ ഇജ്ജ്. വല്ലാത്ത കുരുത്തം കെട്ട ജാതിയാ. കാരണം മനസ്സിലായിക്കോ, മൗലാന എന്ന് പറഞ്ഞാല് മൗലാന പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നേതാവായ പേരോട് ഉസ്താദ് എന്നാ. മൗലാന പേരോട് എന്ന് പറഞ്ഞാല് ഞങ്ങളെ രക്ഷിതാവായ പേരോട് എന്നല്ല അർത്ഥം വെക്കുന്നത്. എന്നിട്ടോ യൂട്യൂബർമാർ ന്യായീകരിച്ച് വന്നിരുന്നു. യൂട്യൂബർമാർ ചങ്ങായിയെ നോക്കി പഠിച്ചു കണ്ടാ വരുന്നത്. എൻ്റെ ഈ കോമാളിത്തരം കണ്ടു കണ്ടല്ല. വിഷയം ഞങ്ങൾക്ക് കുറേയൊക്കെ ഞങ്ങളും അറിയാം, കുറേയൊക്കെ ഞങ്ങൾക്ക് വരച്ചെന്തേ കരുതിയായി. ഇജൻ്റെ കിബിറി ഇബിലീസിൻ്റെ ഇൽമേറ്റ് വന്നിക്കുന്ന ആ ഇബിലീസിൻ്റെ ഇൽമല്ല ഞങ്ങളെടുത്തുള്ളത്. ഞങ്ങളെടുത്തുള്ള ഇൽമ് ഞങ്ങളെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചെടുത്ത ഇൽമ മാത്രമാണ്. ഇബിലീസിൻ്റെ ഇൽമയ്ക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ആ ഇബിലീസിൻ്റെ ഇൽമിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം മൗലാന എന്ന് പേരോടിനെ പറ്റി പറയാമെങ്കിൽ മടവൂരിനെ ഞങ്ങൾക്ക് പഠിച്ചോനാക്കണോ എന്ന് പാച്ചായി കാഫിറായി പോയില്ലപ്പം. ചിന്തിച്ചു നോക്കിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൗലാന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിനല്ല പേരോടിനെ പറ്റി പറയുന്നത്. മൗലാന എന്ന് പറഞ്ഞാൽ മൗലാന പേരോട് ഉസ്താദ്, ഞങ്ങളുടെ നേതാവായ പേരോട് ഉസ്താദ്. മൗലാന എന്നുള്ള രക്ഷിതാവ് എന്നുള്ള അർത്ഥമല്ല വെക്കുന്നത്, നേതാവ് എന്നുള്ള അർത്ഥം വെക്കുന്നത്. നേതാവായ പേരോട് ഉസ്താദ്, നേതാവായ AP ഉസ്താദ്, നേതാവായ ഖലീൽ തങ്ങൾ, നേതാവായ പൊന്മള ഉസ്താദ്, നേതാവായ മറ്റു ഉസ്താദുമാര്, നേതാവായ ജിഫിരി തങ്ങള്, നേതാവായ MT അബ്ദുള്ള മുസ്ലിയാർ, ഇങ്ങനെയൊക്കെ വെക്കണ ഞങ്ങള്. അതേമാതിരി തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശുകളിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൂടെ പോയാൽ തരീകെട്ടിയ ആളുകളെ, വലിയ വെള്ള വസ്ത്രം ധരിച്ച ആളുകളെ, നല്ല താടിയും തലപ്പാവും ഒക്കെ ഉള്ള ആളുകളെ അവിടുത്തെ ആളുകൾ വിളിക്കുക മൗലാനാഥ. ഞാൻ പഠിച്ചത് റഹ്മാനിയ കോളേജിലാണ്, തമിഴ്നാട്. അവിടെ തരീകെട്ടിയ ആൾക്കാരെ കണ്ടാക്ക മൗലാനയാണ്. ഞങ്ങളൊക്കെ മൗലാനെ വിളിക്കുക. അതിൻ്റെ അർത്ഥം ഞങ്ങളൊക്കെ രക്ഷിതാവുന്നതാണോ? ആണോ നൗഷാദേ? ഇജാക ഒതുക്കങ്ങളില്ല, ഇട്ടാവട്ടത്ത് മാത്രം കടന്നു പോയിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് മൗലാനൊന്നും വന്നിട്ടില്ല. അങ്ങനെ എന്നെ ആരും വിളിച്ചിട്ടുമില്ല. എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടുമില്ല. അത് ഉറപ്പല്ലേ. ഞങ്ങളൊക്കെ മൗലാന വിളിച്ചിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് ദൂരത്താണ് പോയി പഠിച്ചത്. ആ പഠിച്ചത് കൊണ്ട് അവിടെയൊക്കെ ആ നാട്ടിൽ കൂടി ഒക്കെ മൗലാനാന്ന് വിളിച്ച തരി കിട്ടിയ മൗര്യമാരെ കണ്ട മൗലാനാന്ന് വിളിച്ച ഓരെന്ത് ചെയ്യും? നല്ലൊരു തഅ്ലീം, നല്ലൊരു ബഹുമാനം, നല്ലൊരു സന്തോഷത്തിലൂടെ നേതാവായവരെ, അതല്ല രക്ഷിതാവായവരെ എന്നുള്ള അർത്ഥത്തിനല്ല. നൗഷാദെ, ജനങ്ങളെ പറ്റിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ജനങ്ങൾക്കൊക്കെ ഒന്ന് അത്യാവശ്യം തൻ്റെ ഇടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാവ് എന്നുള്ള അർത്ഥം, മൗലാന എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള ജെമിനിയോടൊന്ന് ചോദിച്ചു നോക്കൂ. ജെമിനി വരെ പറഞ്ഞു തരും മൗലാന എന്ന് പറഞ്ഞാൽ അതിന് എത്ര അർത്ഥമുണ്ട് എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ നൗഷാദെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കെല്ലാം അറിയാനുള്ള സംവിധാനം ഇന്ന് അവൻ്റെ വിരൽ തുമ്പിരു തന്നെയുണ്ട് കേട്ടോ. ഇത് പറ്റിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. വിശദീകരിച്ചേ അതേപോലെ ഇതോട് വിശദീകരിച്ചാ പോരെ. മൗലാന വിശദീകരിച്ചതുപോലെ ഓനെ മടവൂര് ഞങ്ങളുടെ പടച്ചോനാണടോ എന്ന് പറഞ്ഞതുകൊണ്ട് വിശദീകരിച്ചാൽ പോരെ. അതൊന്ന് എങ്ങനെ വിശദീകരിക്കില്ല? ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ജനൊന്ന് വിശദീകരിച്ചുകൊണ്ടോ. നിങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നത്? നമ്മളിനെ ആരും ഭയപ്പെടുത്തണില്ല. ഭയപ്പെടുത്തണമെങ്കിൽ ഭയം ഉണ്ടെങ്കിലല്ലേ പെടുത്തേണ്ടതുള്ളൂ. ഭയം ഉണ്ടെങ്കിലല്ലേ പെടുത്തേണ്ടതുള്ളൂ. ഭയം വേണ്ടേ? നീലല്ലേ പെടുത്തൽ വരുള്ളൂ. പടച്ചവൻ, ഖാലിഖ്, ഇലാഹ്, അതൊക്കെ ആളുകൾക്ക് അറിയാതെ ആരാണ്. അതറിഞ്ഞത് കൊണ്ടാണ് ജനങ്ങൾ പടച്ചോനാണ് മടവൂര്, ഞങ്ങൾ പടച്ചോനാടോ മടവൂര് എന്ന് പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ പറയാൻ കാരണം ഉണ്ടായത്. മജീദോലേര് പറഞ്ഞാൽ അത് കദീമും ബാക്കിയാണ്, പണ്ടേ ഉള്ളവനാണ്, എന്നും ഉള്ളവനാണ്. എന്നിട്ട് പറഞ്ഞു കുടുങ്ങിയാണ്ട് പറഞ്ഞു കുടുങ്ങല്ല. ഓനെന്താന്ന് വെച്ചാൽ എന്തായാലും പാടില്ല അങ്ങോട്ട് പറയാണ്. ഡയലോഗ് പറയാനൊരു പേടി ഇതില്ലല്ലോ, ഭയമില്ലല്ലോ. നല്ല പെടുത്തൽ വേണ്ടുള്ളൂ. എന്തും പറയാം, ആരെ മുന്നിൽ എന്തും പറയാം. അങ്ങനത്തെ ഒരു സൈസായി മാറിയിരിക്കുക ഈ ചങ്ങായി. ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ കൊയിലാണ്ടി എന്നാണെന്ന് തോന്നുന്നു. കൊയിലാണ്ടി നിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അവന് ബുദ്ധി ഓർമ്മശക്തി ക്ലിയർ ഇല്ല. ആ കൊയിലാണ്ടി നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിയാം. കൊയിലാണ്ടി എന്നാ പറഞ്ഞത്, ബാക്കി പറയാം. പേരോടിന്റെ ഒരു ക്ലിപ്പിട്ടു. പേരോടിന്റെ ആളുകൾ മൗലാന പേരോട് എന്ന് പാടുന്നു. മൗലാന എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വിശേഷനാണ്. അന്ത മൗലാന എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷനാണ്. പക്ഷെ മൗലാന എന്നുള്ളത് അത് എന്താണ്? അതെല്ലാവർക്കും അറിയാം നൗഷാദെ, എല്ലാവർക്കും അറിയാം. ഇതവിടെ പുതിയതായിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട.
എല്ലാവർക്കും അറിയാം. ഇന്ന് ജനങ്ങളുടെ വിരൽ തുമ്പിലാണോ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അന്താന്നുള്ള ലൊമീർ നീ കുറ്റാടിക്കല്ലേ അള്ളാഹുവിലേക്കാ. അപ്പൊ പേരോടിനോടുള്ള ഒരു ദേഷ്യം നോക്കാണ് ഇവന്റെ അത് കുറ്റാടിക്കല്ല, അല്ലല്ല ഒതുക്കുകൾക്ക് എന്റെ നെഞ്ഞത്തേക്കാടാ പോടച്ചേ കയ്യോടുന്ന്. അന്ത മൗലാന എന്ന് പറയുന്ന മൗലാന ഞങ്ങളെ രക്ഷിതാവ്, അത് പേരോടിന് മൗലാനാകാമെങ്കിൽ മടവൂര് ഷെയ്ഖുനാക്ക് പടച്ചോനാകാം, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചിരുന്നു ഞാൻ. അതിനാ പടച്ചോനാകാന്നുള്ള മാത്രം എടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരനും വഹാബിയും നിയൽവാദിയും എല്ലാവരും കൂടി കുല്ലുഹുമജോൻ വരികയാണ്. കാന്തപുരം മുസ്ലിയാരെ മറുപടി, റഹ്മാൻ അള്ളാ എന്നതല്ലാത്ത എല്ലാ വിശേഷണവും അതിൻ്റെതായ അർത്ഥത്തിൽ സൃഷ്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഈസാ നബി ഖാലിക്കാന്നല്ല പറഞ്ഞ്, ഇന്നീ അഖ്ലുഖുലക്കും, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. പടക്കുന്ന ആൾക്കാണ് പടച്ചോനെന്നറിയാം. അപ്പൊ ഈസാ നബി എങ്ങനെ പടച്ചോനായത്? ആ ഹൽക്കിനൊരു മയനുണ്ട് അള്ളാന്റെ ഹക്കിൽ, അതേതാ അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക, അതാണ് അള്ളാഹുവിന്റെ ഹക്കിൽ ഹൽക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് ഈസാ നബി ഹൽക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തസ്വീർ ചെയ്തു, രൂപകൽപ്പന ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിലാണ് ആള് മാറുന്നതിനനുസരിച്ച് മാറാന്നല്ലേ ഇതിൽ പറഞ്ഞേ. അപ്പോ മശായിഖന്മാരെ കുറിച്ച് വല്ലവനും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ ഹൽക്കെല്ലാം ഹൽക്കായി വരാൻ സബബായി വന്നവരാണ് കാലഘട്ടത്തിലെ അസ്ഹാബുൽ വക്തുകളായ മഹരുദന്മാർ. ആ അർത്ഥത്തിൽ മാലിക്കുൽ മുൽക്ക്, ഖാലിക്ക്, ഇതൊക്കെ അവരെ കുറിച്ച് പറയാം. അത് പറയാമെന്ന് എഴുതി വെച്ചത് സമസ്ത ഭിന്നിക്കുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച സോവനീറിൽ AP ഉസ്താദിന്റെ വലിയ ലേഖനം. നീ എന്താ അങ്ങക്ക് പറയാനുള്ള ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ ഒരു എന്താ ഇവന്റെ വാദം കേട്ടില്ല നിങ്ങള്? മൗലാന പേരോട് ഉസ്താദിനെ മൗലാന എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ മടവൂരിനെ ഞങ്ങൾക്ക് പടച്ചോനും ആക്കാം. എന്തിനാപ്പത് വാദിക്കണത്? എന്താ സംഗതി? വെറും കുഫിലിയത്ത് വാദാ പറയണത് ഓന്. മൗലാന എന്ന് പറഞ്ഞാൽ നേതാവ് എന്നുള്ള അർത്ഥത്തിനാണ്. എന്നാലോ മടവൂരിനെ ഞങ്ങൾ പടച്ചോനാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പടച്ചവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള വാക്കൻ എന്താ അർത്ഥം? നൗഷാദേ, ഇജാരെ പറ്റിക്കണത്? ജനങ്ങളൊക്കെ ചങ്ങായി ബുദ്ധിയുള്ളവരാ. ഇവ ഇപ്പോൾ കുറച്ച് മന്തിക്ക് ഓതിക്കണം. മന്തിക്കിൽ ഈ ഹൗസുനയിൽ ഓതിയുന്ന കാലത്ത് ഇവന് മന്തിക്കിൽ ഫസ്റ്റ് കിട്ടിയാളാണ്. മന്തിക്ക് ഇപ്പം അംഗീകരിക്കണില്ല ഇവന്. അതുപോലെ പമ്പൈസ്, ഓന മന്തിക്കും പിന്നെ പമ്പൈസ് എന്ന് പേരിടാൻ കാരണം തന്നെ എന്താണ്? സമദിനെ ഓന മന്തിക്കിൻ്റെ കിതാബ് പമ്പൈസാക്കായ ഒന്നിനും പറ്റൂല എന്നതുകൊണ്ടാണ്. ഇപ്പം മന്തിക്കടിസ്ഥാനത്തിൽ അർത്ഥം വെക്കണത് തന്നെ. മന്തിക്കടിസ്ഥാനത്തിലെ നൗഷാദിൻ്റെ സംസാരം പ്രസംഗം ഒപ്പം പറഞ്ഞുകൊണ്ടിരുന്നതാ. ആ ചിരി ഇങ്ങനെ ഒരേ ഭാഗത്തേക്ക് മനാത്ത് ബാലൻ്റെ ചിരിൻ്റെ മാരി എത്തുടിക്ക് കോടികാണ്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതാണ് ഓ സംസാരിക്കണത്. മനാത്ത് ബാലൻ്റെ ചിരി ഇങ്ങോട്ടും ഇങ്ങനെ കോടി കൊണ്ടാ, ഒരു തുടി ഇങ്ങനെ ചിരി കോടി കൊണ്ട അവിടെ സംസാരം. പൂച്ച പാലുടിച്ച മാരി ചെറിയൊരു മീശയും വെച്ച് കാണ്ട് എന്താണ് ഇപ്പം തമാശല്ലേ നമ്മൾ ഇങ്ങനെ പറയണത്? എന്താണ് ഇപ്പം പറയണത്? മന്തിക്കിൻ്റെ കിതാബിലുണ്ട്, സൂചിയായിരിക്കെ ആന ആയിരിക്കെ ആ സൂചിയുടെ ഓട്ടയിലൂടെ ആനയെ അള്ളാഹുവിലേക്ക് പുറപ്പെടുവിക്കാൻ കഴിയൂല. ഇത് കഴിയൂല എന്ന് ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിലേക്ക് കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നൊരു മൂല്യർ അങ്ങനെ സാധു മന്തിക്കടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കേസാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് കഴിയൂല എന്നുള്ളൊരു വാക്ക് വന്നല്ലോ അവിടെ. അള്ളാഹ്ക്ക് കഴിയാത്തൊരു കേസും ഇല്ല. പക്ഷെ അള്ളാഹ്ക്ക് കഴിയൂല എന്ന് പറയലോടുകൂടെ അപ്പം തീരുമാനിച്ചു കമ്മിറ്റി എന്ത് ചെയ്തു? അപ്പോൾ എഴുതി കൊടുത്തു, മൂല്യരെ ഞങ്ങളെ ഞങ്ങൾക്ക് പറ്റൂലട്ടോ പോയിക്കോളിന്നാണ്. കാരണം എന്താ? കഴിയൂല എന്നുള്ളൊരു വാക്ക് ജനങ്ങളുടെ നാടന്മാരായ ആളുകളുടെ ഇടയിൽ വന്നു. അള്ളാഹ്ക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? അള്ളാഹ്ക്ക് കഴിയൂല എന്നുള്ളത് അവിടെ പറഞ്ഞു, അതുകൊണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ വാക്ക് ശരിയാണോ? ശരിയാണ്. എങ്ങനെ? സൂചിയായിരിക്കെ ആനായിരിക്കെ സൂചിയുടെ ഓട്ടയിലൂടെ അള്ളാഹ്ക്ക് പിന്നെ ആനയെ കടത്താൻ കഴിയൂല, ശരിയാണ്. ആ സമയത്ത് ആനയെ വലുതാക്കാനും സൂചിയെ വലുതാക്കാനും ആനയെ ചെറുതാക്കാനും ആനയെ പിന്നെ വലുതാക്കാനും സൂചിയെ വലുതാക്കാനും ഒക്കെ കഴിവ് ആർക്കുണ്ട്? അത് അള്ളാഹുവിനിക്കുണ്ട്, മറ്റുള്ള ആർക്കും ഇല്ല. ആ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് പറയണത്. ഒന്നിലേക്ക് സൂചിൻ്റെ ഓട്ടയിലൂടെ ആനയെ കടത്തി വിടണമെങ്കിൽ എന്ത് ചെയ്യണം? ആനയെ ചെറുതാക്കണമല്ലോ, അല്ലെങ്കിൽ സൂചിയുടെ ഓട്ട വലുതാക്കണമല്ലോ. ഇത് രണ്ടിനും അള്ളാഹ്ക്ക് കഴിയുണ്ട്. ഇതിന് രണ്ടിനും അള്ളാഹ്ക്ക് കഴിയും. കാരണം സൂചിയുടെ ഓട്ട വലുതാക്കാൻ അള്ളാഹ്ക്ക് കഴിയും, ആനയെ ചെറുതാക്കാനും അള്ളാഹുവിനിക്ക് കഴിയും. ആ സമയത്ത് രണ്ടും ഒരേപോലെ, ആനയ്ക്ക് ആനൻ്റെ സിഫത്തും സൂചിക്ക് സൂചിയുടെ സിഫത്തും ഉള്ളിടത്തോളം കാലം
അങ്ങനെ കടത്താൻ കഴിയൂല, അത് ഉറപ്പന്നല്ലേ. പക്ഷെ അത് കഴിയൂല എന്നുള്ളത് നാടന്മാരുടെ ഇടയിൽ വലിയ പ്രശ്നമാണ്. അപ്പം മന്തിക്ക് അടിസ്ഥാനത്തിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം നൗഷാദെ. ഇത് മന്തിക്ക് അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമല്ല. കഴിയൂല എന്നുള്ളൊരു വിഷയം വന്നാൽ അത് ജനങ്ങൾക്ക് അത് പ്രശ്നം തന്നെയാണ്. എന്നതുപോലെ ഈജിപ്പോൾ അങ്ങനെ തെഹ്വീൽ ചെയ്തിട്ട് മൗലാന എന്ന് പേരോടിന് പറഞ്ഞിരിക്കണമെങ്കിൽ മടവൂരിനെ ഞങ്ങൾക്ക് പടച്ചോനാക്കാന്ന് പറയുമ്പോൾ അത് രണ്ടും പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. മടവൂരിനെ ഞങ്ങൾക്ക് പടച്ചോനാക്കാം എന്ന് പറയുമ്പോൾ പടച്ചവൻ എന്നുള്ള പച്ച മലയാളത്തിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മൗലാന എന്നുള്ളത് അത് അറബി വാക്കിൽ, ആ വാക്കിന് അവിടെ എന്തുണ്ട്, അർത്ഥം നേതാവ് എന്നുള്ള അർത്ഥമുണ്ട്. ഞങ്ങൾ മൗലാന എന്ന് പറയുന്നത് നേതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് രണ്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നൗഷാദെ. വീണോടത്ത് കടന്ന് ഉരുളണ്ട, പറഞ്ഞത് തെറ്റുപറ്റിയിട്ടുണ്ട്. ഷഹാദത്ത് കലിമ ചൊല്ലിക്കാണ്ട് നല്ല ഉഷാറായിട്ട് ഷഹാദത്ത് കലിമ നല്ലോണം ചൊല്ലി മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് ഇനി എനിക്ക് ഇടേണ്ട പേരിട്ടുകാണ്ട് നല്ല രൂപത്തിലാണ് വാ, എന്നിട്ട് ഇങ്ങോട്ട് വാ.